തീർച്ചയായിട്ടും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണം. കോൺഗ്രസ് ഇതിൽ വോട്ടെടുപ്പിൽ നിന്നു, അവർ ഇതിന് എതിരായി വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും ഗൗരവമായൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നിലപാട് അവർ പറയേണ്ടതാണ്. അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഈ പ്രശ്നത്തിൽ പ്രകടിപ്പിക്കുക തന്നെ വേണം. തീർച്ചയായും കേരളത്തിൽ ഇത് പ്രത്യേക ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ സ്ഥിതിയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പ്രത്യേകം അവരങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അങ്ങനെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സമീപനം ആത്മാർത്ഥതയോടുള്ളതാണോ? കോൺഗ്രസ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? വർഗീയതയ്ക്കെതിരായ നിലപാടിൽ കോൺഗ്രസ് ശക്തമായിട്ട് നിൽക്കുന്നുണ്ടോ? മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? വഖഫിൻ്റെ അവകാശം അതത് വിഭാഗത്തിന് സംരക്ഷണം ചെയ്യാൻ ആവശ്യമായ നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതാണ്. എന്തായിരുന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ ഐക്യം ഈ കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ആ ഐക്യം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ